പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുഴുവൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി വറുത്തെടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിത് അടുപ്പിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ചുട്ടെടുക്കാനുള്ള അടപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ചുട്ടതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചമ്മന്തി തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പുളി, വാളൻപുളിയാണ്, ചെറിയൊരു കഷ്ണം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന ആ മുളകും ഉള്ളിയും ഉണ്ടല്ലോ, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞാൽ ചമ്മന്തിയുടെ അരവറിയാലോ എല്ലാവർക്കും. ആ ഒരു രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിന് ചേർത്ത് കഴിക്കാൻ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇനി അഥവാ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്.